السلام عليكم ورحمة الله تعالى وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. നബിമാരിലെല്ലാം ഉപരിയാണ് അഹ്മദ് നബി, അവരൊക്കെയും ഖമറാണ് ശംസാണ് നബി. ചൊല്ല മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മരിക്കേണ്ട തടിയല്ലേ മതവിദ്യാവെടിയല്ലേ മലക്കുൽ മൗതണഞ്ഞിടും മറന്നീടല്ലേ. നാളെ മനുഷ്യാനിൻ തറവാട് വെറും മണ്ണല്ലേ. മരിക്കേണ്ട തടിയല്ലേ മതവിദ്യാവെടിയല്ലേ മലക്കുൽ മൗതണഞ്ഞിടും മറന്നീടല്ലേ. നാളെ മനുഷ്യാനിൻ തറവാട് വെറും മണ്ണല്ലേ. വിശിഷ്ടാഭോജനം തിന്ന് വളർത്തിയ തടിയല്ലേ വിശേഷ പാട്ടുകളിട്ട് ചമഞ്ഞതാണ്. പക്ഷേ വിലയില്ല പുഴുക്കൾക്ക് ഓജീനമാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. മുഅ്മിനീങ്ങളെ, മദീനയിലേക്ക് എല്ലാവരും എൻ്റെ കൂടെ ചൊല്ല്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് മദീനയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഹബീബിന്റെ മദദ് കിട്ടുന്ന, ഹബീബിന്റെ നസ്ർ കിട്ടുന്ന, ഹബീബിന്റെ നസ്ർ കിട്ടുന്ന മജ്ലിസായി നൂറുൽ ഹുദാ മജ്ലിസിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നൂറുൽ ഹുദാ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നല്ല അദബില് നല്ല അച്ചടക്കത്തില് അല്ലാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധത്തില് എല്ലാവരും അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാര് ഔലിയാക്കന്മാര് സ്വാലിഹീങ്ങളിലേക്ക് നിയ്യത്താക്കിയിട്ട് മുത്ത് മുഅ്മിനീങ്ങളെ ഒരു 3 ഫാത്തിഹ 3 ഇഖ്ലാസ് മുഅവ്വിദത്തൈനി ഇലാ ഹദറത്തി റൂഹി നബിയിനാ വഹാദിനാ വമുൻജിനാ വമുർഷിദിനാ വമുസ്തഫാനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദറ
صراط سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനേ, കബൂലാക്കണേ അല്ലാഹ്, ഏറ്റെടുക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. കുടുംബങ്ങളിൽ നിന്ന് ബന്ധങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരില്ലേ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് എത്ര പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പലരെയും കണ്ടു കൊതിരുന്നതിന് മുമ്പ് അല്ല വിളിച്ചില്ലേ? അവരെ ഖബറിലേക്ക് നീ എത്താക്ക് അല്ലാഹുവേ. ഞങ്ങളെ ഖബറാളികൾക്ക് ഞങ്ങൾ ഇതുവരെ നിർവഹിച്ച ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി ചൊല്ലിയ സ്വലാത്ത് വലിയ സന്തോഷമായി കാണിക്കുന്നതാ, വലിയ സമാധാനമായി കാണിക്കുക അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ആരെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള വിഷമം ഖബറിൽ അനുഭവിക്കുന്നുവെങ്കിൽ ഈ സമയത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ശഅബാനിന്റെ പോരിശ കൊണ്ട്, ഹബീബായ തങ്ങളെ പോരിശ കൊണ്ട്, അസ്മാഉൽ ഹുസ്നന്റെ മഹത്വം കൊണ്ട് അവരെ ഖബറുകൾ വെളിച്ചമാക്കുക അല്ലാഹ്. കണ്ണെത്താ ദൂരത്തോളം ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. നല്ല ഈമാനോടുകൂടെ നല്ല ഇഖ്ലാസോടുകൂടെ മുത്തുമുഅ്മിനീങ്ങളെ, ഇനി മഹാന്മാരായ ബദരീങ്ങളെ തവസ്സുലാക്കി കൊണ്ടെന്റെ കൂടെ ബൈത്ത് ചൊല്ലണം. തവസ്സുല് ബൈത്ത് അല്ലാഹ്. മഹാന്മാരായ ബദരീങ്ങളെ കാവല് ഞങ്ങളെ സദസ്സിൽ നൽകണേ അല്ലാഹ്. ബദരീങ്ങളെ കാവല് കൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ബദരീങ്ങളെ കൊണ്ട് ഏറ്റെടുക്കണേ അല്ലാഹ്. ബദരീങ്ങളെ കൊണ്ട് ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. വിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്ത് ഖുശൂഉം സത്യം
അകമിൽ സാത്തായ ഈമാനുള്ളതിൽ ബദരീങ്ങളാൽ തുണ റബ്ബന സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളാൽ തുണ റബ്ബന ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിവ തന്ന് ദീർഘായുസ്സിനും ബദരീങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലി ഇതൊക്കെയും ബദരീങ്ങളെ ബറക്കത്തിനാൽ റഹ്മത്ത് തായ റബ്ബന എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മൈ കാക്കണം യാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് ദണ്ണം വബാവാ സൂരിയും മാറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ദാഹമൗതദ് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് മുത്ത് നബിയുടെ പൂമുഖം മാനാമിലൊന്ന് കാണുവാൻ ബദരീങ്ങളെ ബറക്കത്തിനാൽ തൗഫീഖ് തായ റബ്ബന ഹജ്ജ് ഉംറ ചെയ്യുവാൻ തിരുസന്നിധിയിൽ എത്തുവാൻ ബദരീങ്ങളെ ബറക്കത്തിനാൽ തൗഫീഖ് തായ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് അല്ലാഹുവേ ബദരീങ്ങളെ കാവല് തരണേ അല്ലാഹ് ബദരീങ്ങളെ കാവല് കൊണ്ട് നൂറുൽ ഹുദാ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ബദരീങ്ങളെ മദദ് നസ്ർ നളർ കൊണ്ട് നൂറുൽ ഹുദാ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ മുഹിയദ്ദീൻ മാല ചൊല്ലുകയാണ് മുഹിയദ്ദീൻ മാല ചൊല്ലുകയാണ് നിയ്യത്താക്കിയിട്ട് പങ്കെടുക്കണേ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എല്ലാവർക്കും കിട്ടുന്ന രീതിയിലാണ് ചൊല്ലുന്നത് ആത്മാർത്ഥമായിട്ട് എല്ലാവരും ഇരുന്നു ചൊല്ലണം തലയിൽ തട്ടമിടാത്തവരുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ അദബില്ലാതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവരും അദബ് പാലിച്ച് അച്ചടക്കത്തോടെ പങ്കെടുക്കണം അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ അല്ലാഹ് തീരോ പേരും സ്തുതിയും സ്വലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ അലം ഉടയവൻ ഏകല്ലാരുളാലേ ആയേ മുഹമ്മദാ വർ കീളെ ആണോവർ എല്ലാ കീള ഈലോ ഭംഗീളെ ആയോവർ എല്ലാ തീശ
മക്കയിലും കേളി മികച്ചോവർ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ സയ്യിദാവർ തായും ബാവയും മാണോവർ ബാവാമുദുവിന് കുത്തുബായി വന്നോവർ ബാനം ആദേളിയിലും കേളി മികച്ചോവർ ചൊല്ല് ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽപകമെന്നോവർ എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ വല്ല നീല തീന്നോ എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് മുത്താൽ പാടച്ച ദുനിയാവിൽ നിൽക്കും നാൾ മൂപ്പർ മുഹിയദ്ദീൻ കാവലിലേകല്ല കാലം അസ്റായിൽ മൗത്ത് വാങ്ങും നാളിൽ കരുത്തർ മുഹിയദ്ദീൻ കാവലിലേകല്ല പേടി പേരുത്ത കാബറകം പോകും നാൾ പേർപേറ്റ മുഹിയദ്ദീൻ കാവലിലേകല്ല ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് ഖോജാ ശഫാഅത്തിൽ മുഹിയദ്ദീൻ തൻ കൂടെ കൂട്ട് സൗബർഗത്തിൽ ആലം മുടയോനെ ഖോജാ വേദാംബരെ മംഗലം കാണുവാൻ മംഗലവേലകൾ കാണുവാനേകല്ല എന്നെയും എന്നോടെ ഉമ്മയും ബാവയും അറിവൈ പാടിപ്പിച്ചേ ഉസ്താദ്മാരെയും എന്നെയും മറ്റുള്ള മുഅ്മിൻ എല്ലാരെയും എങ്ങൾ നബിന്റെ ശഫാഅത്തിൽ കൂട്ടല്ല പിശയേറെ ചെയ്ത് നാടന്നോരാടിയാന്റെ പിശയും പോറുത്ത് നീ റഹ്മത്തിൽ കൂട്ടല്ല എല്ലാ പിശയും പോറുക്കുന്ന നായനെ ഏറ്റം പോറുത്ത് കൃപ ചെയ്യ അല്ലാഹ് നല്ല സ്വലാവാത്തും നല്ല സലാമയും എങ്ങൾ ഹബീബോരിൽ ഏക് പെരിയോനെ നല്ല സ്വലാവാത്തും നല്ല സലാമയും എങ്ങൾ ഹബീബോരിൽ ഏക് പെരിയോനെ നല്ല സ്വലാവാത്തും നല്ല സലാമയും എങ്ങൾ ഹബീബോരിൽ ഏക് പെരിയോനെ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് ഈമാൻ നൽകണേ അല്ലാഹ് ഈമാൻ നൽകണേ അല്ലാഹ് പടച്ച റബ്ബേ ഗൗസുൽ ആലം ഞങ്ങളെ കാവൽ നൽകണേ അല്ലാഹ് അവിടുത്തെ മദദ് നൽകണേ അല്ലാഹ് ഗൗസുൽ ആലം ഞങ്ങളെ
തിരുനോട്ടം ഈ മജ്ലിസിലുടനീളം നൽകണേ അല്ലാ. നിത്യമായി അവിടുത്തെ മാല ഞങ്ങൾ ചൊല്ലാറുണ്ട് റബ്ബേ. അവിടുത്തെ മഹത്വം കുറിക്കുന്ന മുഹയ്യദ്ദീൻ മാല ഞങ്ങൾ ചൊല്ലാറുണ്ട് അല്ലാ. അവരെ തവസ്സുലാക്കാറുണ്ട് അല്ലാ. അവരെ കാവല് ഞങ്ങളെ സദസ്സിൽ കൊണ്ട റബ്ബേ. അവരെ കാവല് ഞങ്ങളെ സദസ്സിൽ നീ നൽകണേ അല്ലാ. നല്ല ഇഖ്ലാസോടുകൂടെ മുത്തുമുഅ്മിനീങ്ങളെ മഹാനായ അഹ്മദ് കുട്ടി മുസ്ലിയാർ എറണാകുളം പാലാരിവട്ടം പൊന്നുരുന്തി പള്ളിപ്പടി മഖാമിലെന്ന് ഇറങ്ങുന്ന അഹ്മദ് കുട്ടി മുസ്ലിയാർ പള്ളിപ്പടി അവരെ തവസ്സുലാക്കിയിട്ട് എല്ലാവരും എൻ്റെ കൂടെ ചൊല്ല്. അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്ളം മുഹയ്യദ്ദീൻ പള്ളിപ്പടി വലി റളിയല്ലാഹ്. പള്ളിപ്പടിയിൽ മറഞ്ഞോരേ ഫളുകളുടയ മാനോരേ പാരിനുടയവനേകൻ തന്നുടെ ഇഷ്ടകനിയാം പൂമാനേ നാടിൻ ഇസ്സത്തായവരേ ഇഷ്കിൽ വഴി ചേർന്നുള്ളവരേ ഇഹ പരമോക്ഷം നേടി സുബർക്കം തേടി മറഞ്ഞ മാനിധിയേ ദുനിയാവെ നമ്മരീജിക തൻ മായിക വിട്ട് നടന്നോരേ സൂക്കിൻ ചെളി വെള്ള കുളമകമിൽ അമ്പറു ചേർത്തൊരു പൊന്നൊളിയേ ഉള്ളാൾ തങ്ങള പോലൊരു വലിയ എൻ വലിയാം പള്ളിപ്പടി വലിയ എന്നൊരു വാക്കിനുള്ളിലെ പൊരുള് പാപികൾക്ക് ആശ്വാസത്തിന് തണല്. അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്ളം മുഹയ്യദ്ദീൻ പള്ളിപ്പടി വലി റളിയല്ലാഹ്. ഇരവിതു പാടും ഞങ്ങളിലായി തരമതുപോലെ സുബർഗത്തെ അമ്പിയ രാജരചാരത്തായി വലിയോടൊത്ത് ചേർത്തിടണേ അല്ലാ. വലിയോടൊത്ത് ചേർത്തിടണേ. അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്ളം മുഹയ്യദ്ദീൻ പള്ളിപ്പടി വലി റളിയല്ലാഹ്. അഹ്മദ് കുട്ടി മുസ്ലിയാർ പള്ളിപ്പടി നിത്യമായി പടച്ച റബ്ബേ നൂറുൽ ഹുദാ കുടുംബങ്ങള് അവരെ ഹദ്റത്തിലേക്ക് അല്ലാഹുവേ 11 ഫാത്തിഹ ഓതാറുണ്ട് അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഏകദേശം ആളുകളും പള്ളിപ്പടി പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. ഞങ്ങളെ മജ്ലിസിന്റെ കീഴിൽ ഞങ്ങൾ അങ്ങോട്ട് സിയാറത്തിന് പോയിട്ടുണ്ട് അല്ലാ. അവിടെ പോയി 3 യാസീൻ ഓതാറുണ്ട് റഹ്മാനേ. എന്ത് വിഷമം വന്നാലും എന്ത് പ്രയാസം വന്നാലും പള്ളിപ്പടി പാപ്പാനെ വിളിക്കാറുണ്ട് റബ്ബേ. നീ ഏറെ ഇഷ്ടപ്പെടുന്ന മഹാനല്ലേ അല്ലാ. അവരെ കാവല് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരെ കാവല് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരെ കാവല് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ സിയം വലിയല്ലാഹനെ തവസ്സുലാക്കുകയാണ് നിയ്യത്താക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് നഹ്മദുല്ലാഹൽ മുജീബ കുല്ല ദഅവാതിൻ ലനാ ലാ ലനാ റബ്ബു സിവാഹു ഇന്നഹുൽ ബർറുൽ അലീ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് റബ്ബുനാ സ്വല്ലാ വസല്ലമ കുല്ല ഹാലാത്തിൻ അലാ അഹ്മദൽ ഹാദി വആലി വസ്വിഹാബി വൽ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്
كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا متبور ولي كل عفريت وشيطان وجن ماردي أذهبا ونجنا يا قطبنا متبور ولي لا إله إلا الله لا إله إلا الله الله لا إله إلا الله محمد رسول الله ربي صل على الرسول سيد الرسل الكرام مع سلام دائما والآل يا من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله അല്ലാഹുവേ ഞങ്ങളെ സദസ്സ് നീ സ്വീകരിക്കുക റഹ്മാനെ നിന്റെ മാന്മാരെ പുകഴ്ത്തുന്ന മജ്ലിസാണ് അല്ലാഹ് വിക്റുൽ അംബിയാ മിനൽ ഇബാദാ മഹാന്മാരായ അംബിയാഇന്റെ മഹത്വം പറയുന്നത് പാടുന്നത് ഇബാദത്തിന്റെ പരിഗണനയിലാ വദിക്റു സ്വാലിഹീന കഫാറാ മഹാന്മാരായ സ്വാലിഹീങ്ങളെ മഹത്വം പാടുന്നത് മഹാന്മാരുടെ മഹത്വം പറയുന്നത് ദോഷങ്ങൾ പൊറുക്കാനുള്ള കാരണമാണെന്ന് ഞങ്ങൾ പഠിച്ചു റബ്ബേ സകല പാപങ്ങളും പൊറുത്തു തരണേ അല്ലാഹ് വന്നുപോയ തെറ്റുകളെല്ലാം പൊറുത്തു തരണേ അല്ലാഹ് നിന്റെ കാവല് ഞങ്ങൾക്ക് സദാസമയം ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ മുത്തു മുഅ്മിനീങ്ങളെ നല്ല ഈമാനോടുകൂടെ തന്നെയല്ലേ മജ്ലിസിൽ പങ്കെടുക്കുന്നത് നല്ല അദബോടുകൂടെയല്ലേ മനസ്സിൽ വെറുപ്പ് വേണ്ട മനസ്സിൽ വൈരാഗ്യം വേണ്ട മനസ്സിൽ വിദ്വേഷം വേണ്ട വേറൊരാള് മെച്ചപ്പെടുമ്പോ കണ്ണിന് കടി വേണ്ട അസൂയ വേണ്ട കുശുമ്പ് വേണ്ട വേറൊരാള് ഉയരുമ്പോ അതെങ്ങനെയെങ്കിലും അവരൊന്ന് താഴെ വരണമെന്നുള്ള ചിന്ത വേണ്ട നല്ല തഖ്വയോടുകൂടെ ആയിരിക്കണം മജ്ലിസിൽ പങ്കെടുക്കേണ്ടത് എത്ര ആളുകൾക്കാ സമാധാനം കിട്ടുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ അള്ളാന്റെ നാമങ്ങൾ ചൊല്ലുമ്പോ മനസ്സിലെ വെറുപ്പും വിദ്വേഷവും പകയും ഇല്ലാത്തത് കൊണ്ടാണ് ആ നിലക്ക് തന്നെ എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണേ അല്ലാഹുവേ നീയല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ആരാധ്യനില്ല നിന്നെയല്ലാതെ ഞങ്ങൾ വേറെ ഒരാളെ ആരാധിക്കുന്നില്ല നിന്റെ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് കൊണ്ട് അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് ഹബീബായ തങ്ങളെ മാസമാണ് ശഅബാനു ശഹരി ശഅബാൻ എൻ്റെ മാസമാണ് ശഅബാൻ എൻ്റെ മാസമാണ് റസൂലുള്ളാഹിനെ പരിഗണിക്കണ്ടേ മുഅ്മിനീങ്ങളെ എല്ലാവരും ഒരു 33 സ്വലാത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ ചൊല്ലുന്ന സ്വലാത്ത് ഏതാണ് പുന്നാര ഹബീബിന്റെ പൂമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചൊല്ലി പഠിപ്പിച്ചു തന്ന സ്വലാത്ത് നല്ല തഖ്വയോടെ എല്ലാവരും എൻ്റെ കൂടെ ചൊല്ല് അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹ്ലി 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 اللهم صل على النور واهلي 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 اللهم صل على
النور واهله اللهم صل على النور واهله اللهم صل على النور واهله اللهم صل على النور واهله اللهم صل على النور واهله اللهم صل على النور واهله اللهم صل على النور واهله اللهم صل على النور واهله اللهم صل على النور واهله اللهم صل على النور واهله اللهم صل على النور واهله اللهم صل على النور واهله اللهم صل على النور واهله اللهم صل على النور واهله اللهم صل على النور واهله اللهم صل على النور واهله الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് മദീനയിലേക്ക് കാണിക്കണേ അല്ലാഹ് ഹബീബായ തങ്ങളെ റൗളാ ശരീഫിലേക്ക് കാണിക്കണേ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എൻ്റെ ഖബറിന്റെയും മിംബറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗ്ഗപ്പൂന്തോപ്പാണെന്ന് ഹബീബായ തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലാഹുവേ ഒരു 2 റക്അത്തെങ്കിലും അവിടെ നിന്ന് നിസ്കരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുക അല്ലാഹ് ഒരു 2 റക്അത്ത് അല്ലാഹുവേ ആ പുണ്യ സ്ഥലത്ത് വെച്ചൊന്ന് നിസ്കരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ് ഒരുപാട് പേര് കരഞ്ഞുകൊണ്ട് വിളിച്ചു ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട് ഈ മജ്ലിസിൽ വളരെ സങ്കടത്തോടെ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹുവേ മഗ്രിബിന് ശേഷം ഈ ഒരു സമയത്തിന്റെ ഉള്ളിൽ എന്നെ വിളിച്ച് പരാതി പറഞ്ഞവരുണ്ട് അല്ലാഹുവേ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിയവരുണ്ട് അല്ലാഹ് ഈ മജ്ലിസിൽ പങ്കെടുത്ത് സന്തോഷം ലഭിച്ചത് വിളിച്ചു പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വലിയൊരു ഗുണമാക്കി തരണേ അല്ലാഹ് ഞങ്ങൾക്ക് നിന്റെ അടുക്കൽ ഒരു പവറുമില്ല ഒരു സ്ഥാനവുമില്ല നിന്റെ മഹാന്മാരെ പറയുന്ന മജ്ലിസാണല്ലോ റഹ്മാനേ അവരെ ബറക്കത്ത് ഞങ്ങളെ സദസ്സിലുടനീളം കാണിച്ചു തരണേ അല്ലാഹ് ഞങ്ങളെ സദസ്സിലുടനീളം കാണിച്ചു തരണേ അല്ലാഹ് മുത്തുമോമിനീങ്ങളെ 2 കൈകളും ഒന്ന് ഉയർത്തിപ്പിടിക്ക് അല്ലാഹ് തന്ന ഈ കൈകളൊന്ന് ഉയർത്തിപ്പിടിക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കാൻ മാത്രമല്ല റബ്ബ് സുബ്ഹാനഹു വ തആല കൈ തന്നത് മോനെ ഉരുട്ടി വായിലേക്ക് ഭക്ഷണം വെക്കാൻ മാത്രമല്ല അല്ലാഹ് കൈകൾ തന്നത് പിന്നെന്തിനാ നമുക്ക് വിഷമങ്ങൾ വരുമ്പോ സങ്കടങ്ങൾ വരുമ്പോ സ്വർഗം കിട്ടണമെന്ന ആഗ്രഹത്തോടെ ഖബറിൽ രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടെ കൈകൾ ഉയർത്തിപ്പിടിച്ച് അല്ലാഹുവോട് തേടാനാ ആവശ്യം എന്തുണ്ടെങ്കിലും കുഴയണ്ട റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ പ്രാർത്ഥിക്കുവാൻ നമ്മോടവൻ കൽപ്പിച്ചതാ ഇല്ലാതിരുന്നാൽ നമ്മളെ തള്ളുന്നതാ പ്രാർത്ഥിക്കുന്നവരെ അല്ലാഹ്ക്ക് വലിയ താല്പര്യമാ ഇല്ലാതിരുന്നാൽ നമ്മളെ തള്ളിക്കളയുന്നതാ അല്ലാഹ് നമ്മളെ ഏറ്റെടുക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടോ ആമീൻ പറയുമ്പോ ഓവറായിട്ട് ഇരിക്കല്ലേ ഉമ്മ നല്ല തഖ്വയോടുകൂടെ തന്നെ കൈകൾ ഉയർത്തിപ്പിടിച്ച് എനിക്ക് റബ്ബ് ഉത്തരം തരണമെന്ന ബോധത്തോടുകൂടെ എന്ന ചിന്തയോടുകൂടെ എല്ലാവരും ആമീൻ പറയണേ അല്ലാഹുവേ ഞങ്ങളെ സദസ്സ് സ്വീകരിക്കുക അല്ലാഹ് ഇതിൽ ആര് എന്ത് ഉദ്ദേശത്തോടെ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നുണ്ടോ എല്ലാ ഹലാലായ മുറാദുകളും ഹസിലാക്കണേ അല്ലാഹ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ
നീയത്തിലാണ് പടച്ച റബ്ബ് കാര്യങ്ങളെ എടുക്കുന്നത്. നല്ല നീയത്തുണ്ടോ? ഇവിടെ ഉത്തരമുണ്ട്. നല്ല നീയത്തുണ്ടോ? ഇവിടെ ഉത്തരമുണ്ട്. നല്ല നീയത്തുണ്ടോ? ഇവിടെ ഉത്തരമുണ്ട്. അല്ലാഹു നമ്മളെ പരിഗണിക്കട്ടെ. അല്ലാ, ഞങ്ങളെ ഈ സദസ്സൊരു പ്രഹസനമാക്കല്ലേ അല്ലാ. നീ വലിച്ചെറിയല്ലേ അല്ലാ. തട്ടി അകറ്റല്ലേ അല്ലാ. ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തവരാ. ആ ചെയ്ത തെറ്റുകളിൽ ഖേദം ഞങ്ങളെ മനസ്സിലുണ്ട് റബ്ബേ. അല്ലാഹുവേ, മാപ്പ് നൽകി ഞങ്ങൾ ചൊല്ലുന്ന അസ്മാഉൽ ഹുസ്ന ഞങ്ങളെ ജീവിത വിജയത്തിന് കാരണമാക്കണേ അല്ലാ. 5 പ്രാവശ്യമാണ് റബ്ബേ ഞങ്ങൾ ചൊല്ലുന്നത്. ഒന്നാമത് ചൊല്ലുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാ. രണ്ടാമത് ചൊല്ലുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാനാ. മൂന്നാമത് ചൊല്ലുന്നത് അല്ലാഹുവേ വഴക്കും വക്കാണവുമായി കഴിഞ്ഞുകൂടുന്ന കുടുംബങ്ങളിലൊക്കെ സമാധാനം കിട്ടാനാ. നാലാമത് ചൊല്ലുന്നത് ചെയ്യുന്ന ജോലിയിൽ ബറക്കത്തുണ്ടാകണം. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടണം. ബിസിനസ്സിലൊക്കെ നല്ല അഭിവൃദ്ധി വേണം. ദീനിനെ സഹായിക്കാൻ, പാവങ്ങളെ സഹായിക്കാൻ, കുടുംബത്തെ പരിചരിക്കാൻ, മാതാപിതാക്കളെ പരിഗണിക്കാൻ കയ്യിൽ ധനം വേണം, സമ്പത്ത് വേണം. അല്ലാഹുവേ, ആ നീയത്തോടുകൂടെ ഞങ്ങൾ ചൊല്ലുന്നു. അഞ്ചാമത് ചൊല്ലുന്നത് എന്തിനാ? മനസ്സിന്റെ അകത്തളത്തിൽ ഈമാൻ രൂഢമൂലമാവാനാ, ഈമാൻ ഉറക്കാനാ. നല്ല അചഞ്ചലമായ ഏത് ശൈത്താൻ ഇളക്കിയാലും ഇളക്കാത്ത ഈമാൻ ഉണ്ടാവാനാ. സാധുക്കളായ ഞങ്ങൾക്ക് നല്ല ഈമാനിക ആവേശം നൽകുക അല്ലാ. ഈമാനിക പവർ നൽകുക അല്ലാ. ഞങ്ങളെ സദസ്സ് നീ ഒന്ന് സ്വീകരിച്ചു കൊണ്ട് റബ്ബേ, ഞങ്ങളെ സദസ്സൊന്ന് സ്വീകരിക്കുക അല്ലാ. ഒന്നാമത്തത് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ. യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിനു യാ അല്ലാഹ്, യാ മുഹൈമിനു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ മുതകബ്ബിറു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ്, യാ ഖഹാറു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ റദ്ദാഖു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ അലീമു യാ അല്ലാഹ്, യാ ഖാബിലു യാ അല്ലാഹ്, യാ ബാസിതു യാ അല്ലാഹ്, യാ ഖാഫിലു യാ അല്ലാഹ്, യാ റാഫിഉ യാ അല്ലാഹ്, യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുദില്ലു യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ ബസീറു യാ അല്ലാഹ്, യാ ഹകമു യാ അല്ലാഹ്, യാ അദ്ലു യാ അല്ലാഹ്, യാ ലതീഫു യാ അല്ലാഹ്, യാ ഖബീറു യാ അല്ലാഹ്, യാ ഹലീമു യാ അല്ലാഹ്, യാ അലീമു യാ അല്ലാഹ്, യാ ഗഫൂറു യാ അല്ലാഹ്, യാ ശക്കൂറു യാ അല്ലാഹ്, യാ അലിയ്യു യാ അല്ലാഹ്, യാ കബീറു യാ അല്ലാഹ്, യാ ഹഫീളു യാ അല്ലാഹ്, യാ മുഖീതു യാ അല്ലാഹ്, യാ ഹസീബു യാ അല്ലാഹ്, യാ ജലീലു യാ അല്ലാഹ്, യാ കരീമു യാ അല്ലാഹ്, യാ റഖീബു യാ അല്ലാഹ്, യാ മുജീബു യാ അല്ലാഹ്, യാ വാസിഉ യാ അല്ലാഹ്, യാ ഹകീമു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്, യാ മജീദു യാ അല്ലാഹ്, യാ ബാഇസ് യാ അല്ലാഹ്, യാ ഷഹീദു യാ അല്ലാഹ്, യാ ഹഖു യാ അല്ലാഹ്, യാ വകീലു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ്, യാ മതീനു യാ അല്ലാഹ്, യാ വലിയ്യു യാ അല്ലാഹ്, യാ ഹമീദു യാ അല്ലാഹ്, യാ മുഹ്സി യാ അല്ലാഹ്, യാ മുബ്ദിഉ യാ അല്ലാഹ്, യാ മുഈദു യാ അല്ലാഹ്, യാ മുഹീ യാ അല്ലാഹ്, യാ മുമീതു യാ അല്ലാഹ്, യാ ഹയ്യു യാ അല്ലാഹ്, യാ ഖയ്യൂമു യാ അല്ലാഹ്, യാ വാജിദു യാ അല്ലാഹ്, യാ മാജിദു യാ അല്ലാഹ്, യാ വാഹിദു യാ അല്ലാഹ്, യാ അഹദു യാ അല്ലാഹ്, യാ സമദു യാ അല്ലാഹ്, യാ ഖാദിറു യാ അല്ലാഹ്, യാ മുഖ്തദിറു യാ അല്ലാഹ്, യാ മുഖദ്ദിമു യാ അല്ലാഹ്, യാ മുഅഖിറു യാ അല്ലാഹ്, യാ അവ്വലു യാ അല്ലാഹ്, യാ ആഖിറു യാ അല്ലാഹ്, യാ ളാഹിറു യാ അല്ലാഹ്, യാ ബാത്തിനു യാ അല്ലാഹ്, യാ വാലി യാ അല്ലാഹ്, യാ മുതആലി യാ അല്ലാഹ്, യാ ബർറു യാ അല്ലാഹ്, യാ തവ്വാബു യാ അല്ലാഹ്, യാ മുൻതഖിമു യാ അല്ലാഹ്, യാ അഫുവു യാ അല്ലാഹ്, യാ റഊഫു യാ അല്ലാഹ്,
യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മുഖ്സിതു യാ അല്ലാഹ്, യാ ജാമിഉ യാ അല്ലാഹ്, യാ ഗനിയു യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ്, യാ മാനിഉ യാ അല്ലാഹ്, യാ ളാറു യാ അല്ലാഹ്, യാ നാഫിഉ യാ അല്ലാഹ്, യാ നൂറു യാ അല്ലാഹ്, യാ ഹാദി യാ അല്ലാഹ്, യാ ബദീഉ യാ അല്ലാഹ്, യാ ബാഖി യാ അല്ലാഹ്, യാ വാരിസു യാ അല്ലാഹ്, യാ റശീദു യാ അല്ലാഹ്, യാ സബൂറു യാ അല്ലാഹ്, അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മുഅ്മിനീങ്ങളെ, കൈകൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും കൈകളിലേക്കൊന്ന് ഊതിക്കേ. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയ പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, പ്രിയമുള്ള ഉപ്പമാരെ, ചെറുപ്പക്കാരെ, എല്ലാവരും അവനവന്റെ കൈകളിലേക്കൊന്ന് ഊത് എന്ന് പറഞ്ഞു ഊതിയിട്ട് രോഗങ്ങളുള്ളവര് രോഗങ്ങൾ മാറണമെന്ന നീയത്തോടുകൂടെ ശരീരമൊന്ന് ആസകലമൊന്ന് തടവിക്കേ. അല്ലാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലിയ അസ്മാഉൽ ഹുസ്നയിൽ നീ ശിഫ കൊണ്ട അല്ലാഹ്, ശിഫ കൊണ്ട അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്, ഷാഫിയായ അല്ലാഹ്, കാഫിയായ അല്ലാഹ്, മുഅഫിയായ അല്ലാഹ്, അജ്ലായ കാമിലായ തമായ ശിഫ കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, കൈകൾ ഉയർത്താൻ മടിക്കണ്ട. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോ ശരീരത്തിൽ മന്ത്രിച്ചൂതിയിട്ട് തടവുമ്പോ കളിയാക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഇത് കാലഘട്ടം ഏതാണെന്നറിയോ? ആഖിർ സമാന. ഇത് ആഖിർ സമാന. പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് വഅദ് പറഞ്ഞു കൊടുക്കുകയാ. ഓ സ്വഹാബ, അവസാന കാലഘട്ടത്ത് ജീവിക്കുന്ന മുസ്ലിമിന്റെ അവസ്ഥ എന്തെന്നറിയോ? ഒരു ഭക്ഷണപാത്രത്തിലേക്ക്, ഒരു ഭക്ഷണ തളികയിലേക്ക് നാനാഭാഗത്തു നിന്ന് കൈകൾ വരുന്നത് പോലെ ഇസ്ലാമിലേക്ക് ശത്രുക്കളുടെ കൈകൾ വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് വഅദ് പറഞ്ഞു കൊടുത്തപ്പോ സ്വഹാബത്ത് പറയുകയാണ്, നബിയേ, എന്തേ അങ്ങനെ വരാനുള്ള കാരണം? നമ്മൾ അവസാന കാലഘട്ടത്തിൽ ആളുകൾ എണ്ണത്തിൽ കുറവായത് കൊണ്ടാണോ? എണ്ണം കുറവായത് കൊണ്ടാണോ മറ്റുള്ള ശത്രുക്കള് മുസ്ലിമീങ്ങളെ ഈ നിലക്ക് ശത്രുത വെച്ചുകൊണ്ട് ഉപദ്രവിക്കുന്നത്? പുന്നാര ഹബീബ് മറുപടി പറയുകയാ, സ്വഹാബ, അവസാന കാലഘട്ടത്ത് ജീവിക്കുന്ന മുസ്ലിമായ മനുഷ്യന് വഹനെന്ന രോഗം പിടിപെടും. സ്വഹാബ, അവസാന കാലഘട്ടം ജീവിക്കുന്ന മുസ്ലിമിന് വഹനെന്ന രോഗം പിടിപെടും. സ്വഹാബ, വൽ വഹനു യാ റസൂലല്ലാഹ്, വഹനെന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? പുന്നാര ഹബീബ് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ജീവിതത്തോടുള്ള ആർത്തിയാ, എത്ര കിട്ടിയാലും മതിവരാത്ത ദുനിയാവ് എന്ന ചിന്ത മുസ്ലിമായ മനുഷ്യന്റെ ഹൃത്തടത്തിൽ കടന്നു വരികയാ. അല്ലാഹു ഇരിക്കേണ്ട ഹൃദയം, ഹബീബായ തങ്ങൾ ഇരിക്കേണ്ട ഹൃദയം, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഇരിക്കേണ്ട ഹൃദയം, ഖദീജത്തുൽ കുബ്രാ ബീവി റളിയല്ലാഹു തആല അൻഹ ഇരിക്കേണ്ട ഹൃദയം, ആയിഷ ബീവിക്ക് കൊടുക്കേണ്ട ഹൃദയം, നഫീസത്തുൽ മിസ്രിയ ബീവിക്ക് കൊടുക്കേണ്ട ഹൃദയം മോനെ പണത്തിന് കൊടുക്കുകയാ. ദുനിയാവിലെ ആരോ എന്തോ കാണിച്ചു കൂട്ടുന്നു, അതിന്റെ പിറകെ മുസ്ലിമിന്റെ ഹൃദയം നെട്ടോട്ടമോടുകയാ. അതുപോലെ തന്നെ മരണഭയമാ, മരിക്കാൻ മുസ്ലിമിന് പേടിയാ. അവസാന കാലഘട്ടത്ത് ജീവിക്കുന്ന മുസ്ലിമേ മരിക്കാൻ പേടിയാണെന്ന് ആരാ പറയുന്നത്? കളവാണെന്ന് തോന്നിപ്പിക്കുന്ന വിഷയങ്ങൾ പോലും നാവിൽ തുമ്പിലൂടെ വരാത്ത നേതാവേ, മഖാമുൽ മഹ്മൂദ് അശ്ശഫാഅത്തുൽ ഉളുമ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാൽ. മുഅ്മിനീങ്ങളെ, ഈ ഒരു ഒഴുക്കിനെതിരെ വേണം നമ്മൾ നീന്താൻ. ഈ ഒഴുക്കിനെതിരെ നീന്തിയിട്ട് വേണം നന്മയിൽ പുൽകാൻ. ധാർമ്മികത കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്താൻ, നന്മ കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്താൻ ഈ സമയത്ത് ഒരുപാട് റിയാലിറ്റി ഷോകൾ നടക്കുന്നുണ്ട്, സീരിയലുകൾ നടക്കുന്നുണ്ട്, സ്പോർട്സുകൾ നടക്കുന്നുണ്ട്, യൂട്യൂബ് ചാനലിലൂടെ വേറെ എന്തെല്ലാമോ നടക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മാറി നിന്നിട്ടല്ല
നിങ്ങളല്ലേ അള്ളാന്റെ നാമങ്ങൾ നിങ്ങൾ ചൊല്ലാനെത്തിയത്? ഇതൊഴുക്കിന് എതിര് നീന്തല, ഒഴുക്കിന് എതിരെയുള്ള നീന്തല. അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാൻ ഉറപ്പിച്ചു തരണേ അല്ലാ. ആര് പഴപ്പിച്ചാലും പിഴക്കാത്ത ശക്തിയായ ഈമാൻ കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നതാ. മുത്തുമുമിനിങ്ങളെ, രണ്ടാമത്തെ അസ്മാഉൽ ഹുസ്ന, രണ്ടാമത്തെ അസ്മാഉൽ ഹുസ്ന. സാമ്പത്തിക പ്രയാസങ്ങളെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് വിഷമം പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ പുതിയ കട തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇപ്പൊ കട തുറക്കാൻ പോലും കഴിയാത്ത നിലക്ക് ബാധ്യതകൾ അല്ലാഹുവേ കുമിഞ്ഞുകൂടിയിരിക്കുകയാ. എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമത്തിലാ. തങ്ങളെ നിങ്ങളെ അടുക്കൽ വരാൻ പോലും എന്റെ കയ്യിൽ വണ്ടിക്കൂലി പോലും ഇല്ല എന്ന് വിഷമം പറഞ്ഞ ചെറുപ്പക്കാരൻ. അല്ലാഹുവേ അങ്ങനെ തുടങ്ങി എല്ലാവർക്കും ഈ മജ്ലിസ് വലിയൊരു വിജയമാക്കുക അല്ലാ. ഈ മജ്ലിസിന്റെ മഹത്വം ജീവിതത്തിൽ കാണിച്ചു തരണേ അല്ലാ. മുഅ്മിനീങ്ങളെ ചൊല്ല്, നിയ്യത്താക്കിയിട്ട് ചൊല്ല്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസ്സാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അളീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീളു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസു യാ അല്ലാഹ് യാ ഷഹീദു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ വകീലു യാ അല്ലാഹ് യാ ഖവിയ്യു യാ അല്ലാഹ് യാ മതീനു യാ അല്ലാഹ് യാ വലിയു യാ അല്ലാഹ് യാ ഹമീദു യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുഈദു യാ അല്ലാഹ് യാ മുഹീ യാ അല്ലാഹ് യാ മുമീതു യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂമു യാ അല്ലാഹ് യാ വാജിദു യാ അല്ലാഹ് യാ മാജിദു യാ അല്ലാഹ് യാ വാഹിദു യാ അല്ലാഹ് യാ അഹദു യാ അല്ലാഹ് യാ സമദു യാ അല്ലാഹ് യാ ഖാദിറു യാ അല്ലാഹ് യാ മുഖ്തദിറു യാ അല്ലാഹ് യാ മുഖദ്ദിമു യാ അല്ലാഹ് യാ മുഅഖിറു യാ അല്ലാഹ് യാ അവ്വലു യാ അല്ലാഹ് യാ ആഖിറു യാ അല്ലാഹ് യാ ളാഹിറു യാ അല്ലാഹ് യാ ബാത്തിനു യാ അല്ലാഹ് യാ വാലി യാ അല്ലാഹ് യാ മുതആലി യാ അല്ലാഹ് യാ ബർറു യാ അല്ലാഹ് യാ തവ്വാബു യാ അല്ലാഹ് യാ മുൻതഖിമു യാ അല്ലാഹ് യാ അഫുവു യാ അല്ലാഹ് യാ റഊഫു യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാമി യാ അല്ലാഹ് യാ മുഖ്സിതു യാ അല്ലാഹ് യാ ജാമിഉ യാ അല്ലാഹ് യാ ഗനിയു യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ് യാ മാനിഉ യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് യാ നാഫിഉ യാ അല്ലാഹ് യാ നൂറു യാ അല്ലാഹ് യാ ഹാദി യാ അല്ലാഹ് യാ ബദീഉ യാ അല്ലാഹ് യാ ബാഖി യാ അല്ലാഹ് യാ വാരിസു യാ അല്ലാഹ് യാ റഷീദു യാ അല്ലാഹ് യാ സബൂറു യാ അല്ലാഹ് الذي لم يلد ولم يولد ولم يكن له كفوا أحد. ചൊല്ല് അൽഹംദുലില്ലാഹ് 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 ثم അൽഹംദുലില്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹു ഫർജ്നാ മിൻ വബാ യാ അല്ലാഹു യാ അല്ലാഹു ഫർജ്നാ ബിന്നൂബാ ബിഅസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ്
അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ് ഈമാൻ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് നൂറുൽ ഹുദാ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മുത്തമുഅ്മിനീങ്ങളെ, ഇനി എല്ലാവരും 11 തവണ മനസ്സറിഞ്ഞെന്ന് പറയുക. അൽഹംദുലില്ലാഹ് 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 സുമ്മ അൽഹംദുലില്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹു ഫർജിനാ മിൻ വബാ യാ അല്ലാഹു യാ അല്ലാഹു ഫർജിനാ بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله. അല്ലാഹുവേ യതീഖാന അൽ അമീൻ യതീഖാനയിലേക്ക് അല്ലാഹുവേ എല്ലാ മാസവും അരി വിതരണത്തിലേക്ക് സഹായിക്കുന്ന കുടുംബമാണ് റബ്ബേ. ആരൊക്കെ തന്നിട്ടുണ്ടോ, മനസ്സിലാഗ്രഹമുണ്ടോ, എല്ലാവർക്കും സമ്പത്ത് നൽകണേ അല്ലാഹ്. ആ മക്കളെ ബറക്കത്ത് കൊണ്ട് സമ്പത്ത് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾ 3-ാമത്തെ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നു. കുടുംബങ്ങളിൽ ഐക്യമുണ്ടാവാനാ, ബാപ്പയും ഉമ്മയും യോജിക്കാനാ, മക്കള് തമ്മിൽ നല്ല യോജിപ്പുണ്ടാവാനാ, പരസ്പര വഴക്കുകളൊക്കെ ഒന്ന് അവസാനിക്കാനാ നീയത്താക്കിക്കോ. അള്ളാന്റെ നാമങ്ങളാ, അള്ളാന്റെ നാമങ്ങളാ. ഏതെങ്കിലും പിഴച്ച തോന്നിവാസികളുടെ നാമമല്ല, എല്ലാം അടക്കി ഭരിക്കുന്ന ജഗതിയന്താവായ രാജാവായ റബ്ബിന്റെ നാമങ്ങളാ. ആ ബോധത്തോടുകൂടെ എല്ലാവരും നിയ്യത്താക്കിയിട്ട് ചൊല്ലന്റെ കൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسن يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا
الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا احد. നീയത്താക്കി ചൊല്ല് അൽഹംദുലില്ലാഹ് 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 ثم അൽഹംദുലില്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹു ഫരിജ്നാ മിൻ വബാ യാ അല്ലാഹു യാ അല്ലാഹു فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله. അല്ലാഹുവേ, സാധുക്കളാണ് ഞങ്ങൾ, ഒരുപാട് തെറ്റ് ചെയ്തവരാ. ഞങ്ങളെ കൈകൾ നിന്നിലേക്ക് ഉയർത്താൻ പറ്റിയതല്ല, ഞങ്ങളെ നാവുകൾ നിന്നോട് ചോദിക്കാൻ പറ്റിയതല്ല. അല്ലാഹുവേ, ഞങ്ങളിവിടെ വിളിച്ച മഹാന്മാർക്കൊരു പവറുണ്ടല്ലോ, ബദരീങ്ങള്, ഗൗസുല്ലാദം ഞങ്ങള്, പള്ളിപ്പടി പാപ്പ, മഹാനായ CM വലിയുള്ള തുടങ്ങിയ മഹാരഥന്മാർ, അല്ലാ അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആക്ക് ഉത്തരം കൊണ്ട് അല്ലാ, ഞങ്ങളെ ദുആക്ക് ഉത്തരം കൊണ്ട് റബ്ബേ ഞങ്ങളെ ദുആഇനെ സ്വീകരിക്കുക അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബങ്ങളിൽ നല്ല ഒരുമ നൽകണേ അല്ലാ, പരസ്പരം നല്ല സ്നേഹം നൽകണേ അല്ലാ. ഭാര്യയെ ഭർത്താവ് വഞ്ചിച്ച്, ഭർത്താവിനെ ഭാര്യ വഞ്ചിച്ച് കുടുംബ ബന്ധങ്ങൾ താറുമാറായി അല്ലാഹുവേ, ജനമധ്യത്തിൽ വഷളായി പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം നാണം കെട്ടി ജീവിക്കേണ്ട ഗതികേടിലേക്ക് ഞങ്ങളെ ഒരാളെയും എത്തിക്കല്ലേ അല്ലാ. ഞങ്ങളെ കുടുംബം അതെന്നും അതിങ്ങനെ ശിരസുയർത്തി നല്ല ഇസ്സത്തോടെ നിലനിന്ന് കാണാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഞങ്ങൾ നീയത്താക്കുന്നു റബ്ബേ, ഞങ്ങൾ ഇപ്പൊ ചൊല്ലിയത് ഞങ്ങളെ കുടുംബം നല്ല അഭിവൃദ്ധിയിൽ കഴിയുന്നത് കാണണം, ആ ആഗ്രഹത്തോടുകൂടെ ചൊല്ലിയതാണ് അല്ലാ. ഞങ്ങളെ കുടുംബത്തെ ഒന്ന് നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ കുടുംബത്തെ ഒന്ന് നന്നാക്കണേ അല്ലാ, ഞങ്ങളെ കുടുംബത്തെ ഒന്ന് നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, കലഹങ്ങളുള്ള എത്രയോ കുടുംബങ്ങളിൽ നൂറുൽ ഹുദാ മജ്ലിസ് സമാധാനം കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവേ, കള്ള് കുടിച്ച് സ്ഥിരമായി വീട്ടിലേക്ക് കയറി വന്നിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ, അല്ലാഹുവേ പടച്ച റബ്ബേ, മജ്ലിസ് കണ്ട് നേരായ രൂപത്തിലൂടെ ജീവിക്കുന്നുണ്ട്. സമയമാകുമ്പോ മക്കളെയും ഭാര്യയൊക്കെ ഇരുത്തിയിട്ട് മജ്ലിസ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കള്ളുകുടി നിർത്തിയിട്ടുണ്ട് എന്ന് എന്നോട് വിളിച്ച് സന്തോഷം പറഞ്ഞവരുണ്ട്. അല്ലാ അല്ലാ, അസ്മാഉൽ ഹുസ്നന്റെ ബറക്കത്ത് ജീവിതത്തിൽ ഒരുപാട് ഏറ്റുവാങ്ങിയവരുണ്ട്. അല്ലാഹുവേ, കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും കാത്ത് രക്ഷിക്കണേ അല്ലാ. അസ്മാഉൽ ഹുസ്നക്ക് വലിയ പവറുണ്ട്. അസ്മാഉൽ ഹുസ്ന നീയത്താക്കി നേർച്ചയാക്കിയിട്ട് ചൊല്ലിയാൽ അതുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ചൊല്ലുന്നത് നാലാമത്തത്. വിദേശത്ത് പോയി റൂമിലിരിക്കുന്നവരുണ്ട്, വിദേശത്ത് പോയി ജോലി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, നാട്ടിൽ പഠനം കഴിഞ്ഞ് ജോലി കിട്ടിയിട്ടില്ല, കുടുംബത്തെ നോക്കാൻ എൻ്റെ ഭർത്താവിന് ഒരു നിവൃത്തിയില്ല, നോക്കുന്നില്ല, മടി പിടിച്ച് വീട്ടിലിരിക്കുകയാണ്, എൻ്റെ മകൻ ജോലിക്ക് പോകുന്നില്ല. അല്ലാഹുവേ, ബിസിനസ് തുടങ്ങിയിട്ട് പൊട്ടിപ്പാളീസായിരിക്കുകയാണ്, ഒരു രക്ഷയുമില്ല. മുഅ്മിനീങ്ങളെ, ഈ ചൊല്ലുന്ന അസ്മാഉൽ ഹുസ്ന നിയ്യത്താക്കിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ്
യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിനു യാ അല്ലാഹ്, യാ മുഹൈമിനു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ മുതകബ്ബിറു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ്, യാ ഖഹാറു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ റസാഖു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ അലീമു യാ അല്ലാഹ്, യാ ഖാബിദു യാ അല്ലാഹ്, യാ ബാസിതു യാ അല്ലാഹ്, യാ ഖാഫിദു യാ അല്ലാഹ്, യാ റാഫിഉ യാ അല്ലാഹ്, യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുദില്ലു യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ ബസീറു യാ അല്ലാഹ്, യാ ഹകമു യാ അല്ലാഹ്, യാ അദ്ലു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ഖബീറു യാ അല്ലാഹ്, യാ ഹലീമു യാ അല്ലാഹ്, യാ അലീമു യാ അല്ലാഹ്, യാ ഗഫൂറു യാ അല്ലാഹ്, യാ ശകൂറു യാ അല്ലാഹ്, യാ അലിയു യാ അല്ലാഹ്, യാ കബീറു യാ അല്ലാഹ്, യാ ഹഫീദു യാ അല്ലാഹ്, യാ മുഖീതു യാ അല്ലാഹ്, യാ ഹസീബു യാ അല്ലാഹ്, യാ ജലീലു യാ അല്ലാഹ്, യാ കരീമു യാ അല്ലാഹ്, യാ റഖീബു യാ അല്ലാഹ്, യാ മുജീബു യാ അല്ലാഹ്, യാ വാസിഉ യാ അല്ലാഹ്, യാ ഹകീമു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്, യാ മജീദു യാ അല്ലാഹ്, യാ ബാഇസു യാ അല്ലാഹ്, യാ ശഹീദു യാ അല്ലാഹ്, യാ ഹഖു യാ അല്ലാഹ്, യാ വകീലു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ്, യാ മതീനു യാ അല്ലാഹ്, യാ വലിയു യാ അല്ലാഹ്, യാ ഹമീദു യാ അല്ലാഹ്, യാ മുഹ്സി യാ അല്ലാഹ്, യാ മുബ്ദിഉ യാ അല്ലാഹ്, യാ മുഈദു യാ അല്ലാഹ്, യാ മുഹ്യി യാ അല്ലാഹ്, യാ മുമീതു യാ അല്ലാഹ്, യാ ഹയ്യു യാ അല്ലാഹ്, യാ ഖയ്യൂമു യാ അല്ലാഹ്, യാ വാജിദു യാ അല്ലാഹ്, യാ മാജിദു യാ അല്ലാഹ്, യാ വാഹിദു യാ അല്ലാഹ്, യാ അഹദു യാ അല്ലാഹ്, യാ സമദു യാ അല്ലാഹ്, യാ ഖാദിറു യാ അല്ലാഹ്, യാ മുഖ്തദിറു യാ അല്ലാഹ്, യാ മുഖദ്ദിമു യാ അല്ലാഹ്, യാ മുഅഖിറു യാ അല്ലാഹ്, യാ അവ്വലു യാ അല്ലാഹ്, യാ ആഖിറു യാ അല്ലാഹ്, യാ ളാഹിറു യാ അല്ലാഹ്, യാ ബാത്തിനു യാ അല്ലാഹ്, യാ വാലി യാ അല്ലാഹ്, യാ മുതഅലി യാ അല്ലാഹ്, യാ ബർറു യാ അല്ലാഹ്, യാ തവ്വാബു യാ അല്ലാഹ്, യാ മുൻതഖിമു യാ അല്ലാഹ്, യാ അഫുവു യാ അല്ലാഹ്, യാ റഊഫു യാ അല്ലാഹ്, يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله، يا مقسط يا الله، يا جامع يا الله، يا غني يا الله، يا مغني يا الله، يا مانع يا الله، يا الله يا الله، يا نافع يا الله، يا نور يا الله، يا هادي يا الله، يا بديع يا الله، يا باقي يا الله، يا وارث يا الله، يا رشيد يا الله، يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الحمد لله 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 ثم الحمد لله. يا الله يا الله فرجنا من وباء، يا الله يا الله فرحنا بالنوبة بأسمائك الحسنى، انصرنا يا الله عجلنا بالفتح يا الله يا الله. പടച്ചറബേ, നിന്നോടല്ലാതെ ഞങ്ങളെ കൈകൾ വേറെ ആരോട് നീട്ടാനാണ്? അല്ലാഹുവേ, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ ബോധം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ നിന്നോട് മാപ്പിരക്കുകയാണ്. പുറത്തു കൊണ്ട റബ്ബേ, പുറത്തു കൊണ്ട റബ്ബേ, ഞങ്ങളിനി ചെയ്യൂല അല്ലാ, ഞങ്ങളിനി തെറ്റ് ചെയ്യൂല അല്ലാ. ഞങ്ങൾക്ക് നല്ല ഖൈറ് നൽകു അല്ലാ, ബറക്കത്ത് നൽകു അല്ലാ, റാഹത്ത് നൽകു അല്ലാ, സലാമത്ത് നൽകു അല്ലാ. നിയത്താക്കിക്കോ. ഇനി ചൊല്ലുന്നത് അഞ്ചാമത്തെ അസ്മാഉൽ ഹുസ്നയാണ്. അല്ലാഹുവേ, ചെയ്യുന്ന ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ബറക്കത്തുള്ള ജോലിയാക്കണേ അല്ലാ. ഞങ്ങളെ കൈകളിലെത്തുന്ന സമ്പത്ത് വേറൊരാളെ പറ്റിച്ച് നേടിയതാക്കല്ലേ അല്ലാ, വേറൊരാളെ ചതിച്ച് നേടിയ സമ്പത്താക്കല്ലേ അല്ലാ. അങ്ങനെ അധ്വാനിക്കുന്ന അവസ്ഥ ഞങ്ങളിൽ ഒരാൾക്കും നൽകല്ലേ അല്ലാ.
ഞങ്ങളെ മക്കളെ എല്ലാ വിപത്തുകളിൽ നിന്നും കാത്തു രക്ഷിക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, നമ്മുടെ ദുആ അല്ലാഹ് സ്വീകരിക്കണമെങ്കിലേ ഈമാന് വേണം മനസ്സിന്റെ ഉള്ളിൽ. ഉറക്കനെ ചൊല്ലുന്നുണ്ട്, അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നുണ്ട്, പക്ഷേ ഈമാനില്ലാത്തവനാണ് ചൊല്ലുന്നതെങ്കിൽ കോയി ഫായിദാ നഹീ ഹേ, ഫായിദ നഹീ ഹേ, ഉപകാരമുണ്ടാവുകയില്ല. ഉപകാരം കിട്ടണോ മുഅ്മിനീങ്ങളെ, നീയത്താക്കിക്കോ. ഈമാൻ സലാമത്താകണം, ഈമാനിന് വർധനവുണ്ടാകണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا ولي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله 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 ثم الحمد لله. കൈകൾ ഉയർത്തിപ്പിടിക്കുക. അല്ലാഹു യാ അല്ലാഹു ഫരിജ്നാ മിൻ വബാ യാ അല്ലാഹു യാ അല്ലാഹു ഫരിജ്നാ മിൻ നുബാബി അസ്മാഇകൽ ഹുസ്നാ انصرنا يا الله عجلنا بالفتح يا الله يا الله. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. പടച്ച റബ്ബേ, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ.
നല്ല ഇഖ്ലാസിൽ ഒരു 3 നാരിയത്ത് സ്വലാത്ത് മനസ്സറിഞ്ഞെല്ലാവരും ഒന്ന് ചൊല്ലേ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫർജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലി ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മാലൂമിൻ ലക്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫർജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലി ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മാലൂമിൻ ലക്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫർജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലി ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മാലൂമിൻ ലക്. സ്വീകരിക്ക് റഹ്മാനെ, ഖബൂലാക്ക് അല്ലാഹ്, ഏറ്റെടുക്ക് അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്ക് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ, മനസ്സറിഞ്ഞെല്ലാവരും ആമീൻ പറയണം. ഇനി ദുആ ചെയ്യുകയാണ്. ഒരുപാട് പേര് കരഞ്ഞുകൊണ്ട് തന്നെ വിളിച്ചിട്ടുണ്ട്. റഹ്മാനെ, എല്ലാവർക്കും നീ സമാധാനം കൊടുക്കുക അല്ലാഹ്, സന്തോഷം കൊടുക്കുക അല്ലാഹ്. മനസ്സറിഞ്ഞെല്ലാവരും ആമീൻ പറയും. നല്ല നിയത്തോടുകൂടെ എന്തൊക്കെ ഉദ്ദേശങ്ങളാണ് അതൊക്കെ നിറവേറി കിട്ടണം. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയ മജ്ലിസാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. മുഅ്മിനായ മനുഷ്യ, നിന്റെ ആയുധം അത് ദുആ ആണ്. ദുആ ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ തട്ടിക്കളയുന്നതാണ്. ആ ബോധം എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. നല്ല ഇഖ്ലാസോടുകൂടെ കൈകളെല്ലാവരും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഓരോ എന്നോവറായിട്ട് ഇങ്ങനെ താഴ്ത്തിപ്പിടിക്കണ്ട, ഉയർത്തിപ്പിടിക്കുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅഹ്ലി ബൈതിഹി വസഹ്ബിഹി വസല്ലിം സ്വലാത്തൻ തുർദീക വതുർദീഹി വതർദാ ബിഹാ അന്നാ യാ അർഹമർ റഹീമീൻ. സ്വലാത്തൻ തഹല്ലു ബിഹാ ഉഖദതനാ വതുഫർജു ബിഹാ ഖുർബതനാ വതുജീദു ബിഹാ ഖസ്ലതനാ വതുൻഖിദു ബിഹാ വഹ്ലതനാ വതുഹസ്സിനു ബിഹാ മൗതതനാ وخطرتنا وتنجي بها عن كل شدتنا وقدتنا وعلى آله وصحبه وسلم عدد تقاليب الأيام والسنين والحمد لله رب العالمين. أرحم الراحمين آية الملك الجبار آية രാജ സയ്യിദായ അല്ലാഹ്, ഞങ്ങൾ ഇതുവരെ ചൊല്ലിയതെല്ലാം സ്വീകരിക്ക് റഹ്മാനെ. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഓതിയത് സ്വീകരിക്കുക അല്ലാഹ്. മഹാന്മാരെ തവസ്സുലാക്കിയത് സ്വീകരിക്കുക അല്ലാഹ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയത് സ്വീകരിക്കുക അല്ലാഹ്. സ്വലാത്തുൻ നൂർ ചൊല്ലിയത് സ്വീകരിക്കുക അല്ലാഹ്. നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയത് സ്വീകരിക്കുക അല്ലാഹ്. ഇവിടെ നിർവഹിച്ചതെല്ലാം കബൂലാക്കിയിട്ട് അല്ലാഹുവേ വന്നുപോയ പിഴവുകള്, അദബുകേടുകള്, കുറ്റങ്ങള്, കുറവുകള് പരിഹരിച്ച് സയ്യിദുൽ വജൂദായ തങ്ങളെ ഹദറത്തിലേക്ക് എത്തിക്കുക അല്ലാഹ്. ഹബീബായ തങ്ങളെ ഉമ്മാമമാര്, ഉപ്പാപ്പമാര്, ഭാര്യ, സന്താനങ്ങള്, പേരമക്കൾ, മഹാന്മാരായ സ്വഹാബത്തെ കിറാം നീ ആദരിച്ച ബഹുമാനിച്ച മഹാന്മാർ, മഹദിമാർ, മഹത്തുക്കളായ ബദരീങ്ങൾ, 14 ശുഹദാക്കൾ, ഉഹദീങ്ങൾ, ഹംസത്തുൽ കറാർ തങ്ങൾ, ഈ മാസം അനുസ്മരിക്കപ്പെടുന്ന മഹത്തുക്കൾ, ഞങ്ങളുടെ ജില്ലകളിൽ അന്തിയിറങ്ങുന്ന മഹാരഥന്മാർ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുൻഗാമികൾ, കൂടപ്പിറപ്പീങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാര്, മാതാപിതാക്കള്, അമ്മാവന്മാര്, അമ്മായിമാര്, അല്ലാഹുവേളാപ്പമൂത്താപ്പമാര്, ഭാര്യ വഴിക്ക് ബന്ധമുള്ളവരിൽ നിന്ന് പലരും മരണപ്പെട്ടു, ഭർത്താവിന്റെ വഴിക്ക് പലരും മരണപ്പെട്ടു, അല്ലാഹുവേ സുഹൃത്തുക്കളിൽ നിന്ന് പലരും മരണപ്പെട്ടു, ഉസ്താദുമാരിൽ നിന്ന് പലരും മരണപ്പെട്ടു. അവരെല്ലാം ഇപ്പൊ ഉള്ളത് ഖബറിലാണ്. അല്ലാഹ്, നിലമ്പലുള്ള പൊന്നുമോള് ഫാത്തിമ അടക്കം, തിരുവിഴാങ്കുന്നത്തുള്ള പൊന്നുമ്മ ഫാത്തിമ ഉമ്മ അടക്കം, അല്ലാഹ് ഈ മജ്ലിസിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ? ഇന്നലെ സഹോദരൻ മരണപ്പെട്ടു പോയി. ആ സഹോദരന്റെ വേർപാട് താങ്ങാൻ കഴിയുന്നില്ല എന്ന്
വിളിച്ചു പറഞ്ഞ സഹോദരിയുണ്ട്. അല്ലാഹുവേ പടച്ച റബ്ബേ ഈ മജ്ലിസ് അവരെ ഖബറിൽ വലിയ സന്തോഷമാക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം ഞങ്ങൾ ഈ നിർവഹിച്ച അമലുകള് വലിയ സമാധാനമായി കാണിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാ ഒരുപാട് തെറ്റ് ചെയ്തവരാ, ഇനി ഞങ്ങൾ തെറ്റ് ചെയ്യുകയില്ല അല്ലാ. ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. തെറ്റില്ലാതെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ചെയ്ത തെറ്റുകളൊക്കെ വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാ. മാതാപിതാക്കൾക്ക്, ഗുരുക്കന്മാർക്ക്, ഞങ്ങൾ ദുആ കൊണ്ട് കടമപ്പെട്ടവർക്ക് എല്ലാം പുറത്തു കൊടുക്കു റഹ്മാനേ. ഞങ്ങളെ കൈകൾ നിന്നിലേക്ക് ഉയർത്താൻ പറ്റിയതല്ല, ഞങ്ങളെ നാവുകൾ നിന്നോട് ചോദിക്കാൻ പറ്റിയതല്ല. മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആഇനെ സ്വീകരിക്കു റഹ്മാനേ. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകു അല്ലാ. അല്ലാഹുവേ ഞങ്ങളിലേക്ക് മല പോലെ ഇറങ്ങുന്ന മുസീബത്തുകൾ ഈ മജ്ലിസിന്റെ പോരിശ കൊണ്ട് മഞ്ഞുപോലെ ആക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്ക് റബ്ബേ, അപകട മരണങ്ങളിൽ നിന്ന് കാക്ക് റബ്ബേ, പെടുമരണങ്ങളിൽ നിന്ന് കാക്ക് അല്ലാ, ദുർമരണങ്ങളിൽ നിന്ന് കാക്ക് അല്ലാ, മോശപ്പെട്ട മരണങ്ങളിൽ നിന്ന് കാക്ക് അല്ലാ, എല്ലാ ഫിത്ന ഫസാദുകളിൽ നിന്നും കാക്ക് റബ്ബേ. ഒരുപാട് രോഗികൾ ഞങ്ങൾക്കിടയിലുണ്ട്. രോഗം കാരണം അല്ലാഹുവേ വല്ലാതെ വേദന അനുഭവിക്കുന്നവരുണ്ട്, വല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങുന്നവരുണ്ട്. അല്ലാ അല്ലാ സമാധാനം കൊടുക്ക് അല്ലാ. ഷാഫിയായ കാഫിയായ മുആഫിയായ റബ്ബേ അജിലായ ശിഫാ കൊടുക്ക് അല്ലാ. കമിലായ ശിഫാ നൽകു അല്ലാ. താങ്ങാൻ കഴിയാത്ത മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കുടുംബത്തെ ഒന്നടങ്കം രക്ഷപ്പെടുത്തണേ അല്ലാ. ക്യാൻസർ നൽകല്ലേ അല്ലാ. RCCയിൽ എത്ര ആളുകളാ വളരെയേറെ വേദന സഹിച്ചുകൊണ്ട് കഴിയുന്നത്. അല്ലാഹുവേ 1.5 വയസ്സായ കുഞ്ഞടക്കം, 2.5 വയസ്സായ കുഞ്ഞടക്കം, അല്ലാഹുവേ ഈ മജ്ലിസിലുള്ള നൂറുൽ ഹുദാ കുടുംബത്തിൽപ്പെട്ട അല്ലാഹുവേ പ്രിയപ്പെട്ട ഉമ്മായുടെ പേരക്കുട്ടിയടക്കം പടച്ച റബ്ബേ ക്യാൻസർ ബാധിച്ച് വല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. സമാധാനം കൊടുക്ക് അല്ലാ, സമാധാനം കൊടുക്ക് അല്ലാ. ട്യൂമർ ബാധിച്ച് എൻ്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞ ഉമ്മയുണ്ട്. അല്ലാഹുവേ ആ ഉമ്മ ഉൾപ്പെടെ എല്ലാവർക്കും സമാധാനം നൽകു അല്ലാ. കിഡ്നിക്ക് പ്രശ്നമുള്ളവരുണ്ട്, ഹാർട്ടിന് പ്രശ്നമുള്ളവരുണ്ട്, വാൾവിന് പ്രശ്നമുള്ളവരുണ്ട്, ലങ്സിന് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ഡിസ്കിന് തേയ്മാനം വന്നവരുണ്ട്, കൈകാലുകൾക്ക് വേദനയുള്ളവരുണ്ട്, അല്ലാഹുവേ മുട്ടുവേദനയുള്ളവരുണ്ട്, നടക്കാൻ കഴിയാത്തവരുണ്ട്. ഇന്നൊരു പ്രിയപ്പെട്ട ഉപ്പ വിളിച്ചിട്ട് തങ്ങളെ നടക്കാൻ കഴിയുന്നില്ല, ഒരു വശം മുഴുവനും തളർന്നു പോയി കിടക്കുകയാ. ഈ കിടപ്പിൽ നിന്ന് എനിക്ക് എഴുന്നേക്കാൻ തങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ഉപ്പയുണ്ട്. ആ ഉപ്പയടക്കം എല്ലാവർക്കും ശിഫ നൽകണേ അല്ലാ. മൈഗ്രീന്റെ വിട്ടുമാറാത്ത തലവേദനയുള്ളവരുണ്ട്. അല്ലാഹുവേ ചെറിയ മക്കള് പഠിക്കാൻ വേണ്ടിയിരിക്കുമ്പോ പുസ്തകത്തിലേക്ക് നോക്കുമ്പോ കണ്ണ് വേദന വരികയാ, വല്ലാത്ത വിഷമത്തിലാന്ന് പറഞ്ഞ കുടുംബങ്ങളുണ്ട്. പടച്ച റബ്ബേ കാത് വേദനയുള്ളവരുണ്ട്. അങ്ങനെ പല നിലക്കുള്ള വേദനകളും യാതനകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നവരുണ്ട്. ഈ മജ്ലിസ് എല്ലാവർക്കും ഒരു സമാധാനമാക്കുക അല്ലാ. ഈ മജ്ലിസ് എല്ലാവർക്കും ഒരു സമാധാനമാക്കുക അല്ലാ. അല്ലാഹുവേ ഒരു രോഗവും ഞങ്ങളിൽ ഒരാൾക്കും നൽകല്ലേ അല്ലാ. ചികിത്സിക്കാൻ പണമില്ലാത്ത രോഗം നൽകല്ലേ അല്ലാ. അല്ലാഹുവേ ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത മാരക രോഗങ്ങൾ നൽകല്ലേ അല്ലാ. പടർന്ന് പന്തലിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്ന് കാക്ക് അല്ലാ. അല്ലാഹുവേ ശരീരത്തിൽ മുഴുവൻ ചൊറിച്ചിലാണ്, ഒരു രക്ഷയുമില്ല, വല്ലാത്ത വേദനയാണെന്ന് പറഞ്ഞവരുണ്ട്. ശിഫ നൽകു അല്ലാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ടോ എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. കടങ്ങൾ പെരുകി എന്തു ചെയ്യുമെന്നറിയാതെ അല്ലാഹുവേ ഉള്ള കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലുള്ള എത്രയോ കുടുംബങ്ങളുണ്ട്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ബറക്കത്ത് ആ കുടുംബങ്ങൾക്ക് നൽകു അല്ലാ. നൂറുൽ ഹുദാ കുടുംബങ്ങൾക്ക് നൽകു അല്ലാ. നൂറുൽ ഹുദാ കുടുംബങ്ങൾക്ക് നൽകു അല്ലാ. ഉള്ള കിടപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലാ. കടം കിട്ടാനുണ്ട്, കൊടുക്കാനുണ്ട്,
കൊടുക്കാനും കിട്ടാനുള്ളത് ഞങ്ങളെ കൈവശം എത്താനും ഈ മജ്ലിസ് ഒരു കാരണമാക്ക് അല്ലാ. ഈ മജ്ലിസ് ഒരു കാരണമാക്ക് അല്ലാ. നിന്റെ ഖജനാവ് എത്ര എടുത്താലും തീരാത്തതാണ്. മലിക്കുൽ മുലൂക്കായ റബ്ബേ, ആവശ്യമുള്ള സമയത്ത് നൽകണേ അല്ലാ. നിന്നെ മറന്നുകൊണ്ട് മതിമറന്ന് ജീവിക്കാനല്ല, ഇവിടുത്തെ സുഖാനുഭൂതികളിലൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ല, കള്ള് കുടിച്ച് മദ്യപിച്ച് അല്ലാഹുവേ മയക്കുമരുന്ന് ഉപയോഗിച്ച് കഞ്ചാവടിച്ച് അല്ലാഹുവേ തോന്നിവാസത്തിലൂടെ ജീവിക്കാനല്ല, ഇവിടെയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും രസിച്ചുകൊണ്ട് രമിച്ചുകൊണ്ട് ജീവിക്കാനല്ല, ഉള്ള കഞ്ഞി നല്ല ബർക്കത്തോടുകൂടെ കഴിച്ച് അല്ലാഹുവേ സമാധാനത്തോടുകൂടെ ജീവിക്കാനാണ് ഞങ്ങളെ ആഗ്രഹം. ഞങ്ങൾക്ക് തൗഫീഖ് നൽകുക അല്ലാ, തൗഫീഖ് നൽകുക അല്ലാ. കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞ് അല്ലാഹുവേ വീടിന്റെ മുറ്റത്ത് ഞങ്ങളെ ജനാസ വെച്ച് ആർക്കെങ്കിലും കടം തരാനുണ്ടെങ്കിൽ കുടുംബക്കാരുമായി ബന്ധപ്പെടണം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ജനാസയുടെ മുമ്പിൽ അല്ലാഹുവേ ഞങ്ങൾ കടം കൊടുക്കാനുള്ളവർ വന്ന് നിന്ന് അല്ലാഹുവേ ദയനീയമായ സാഹചര്യത്തിൽ ഞങ്ങളെ നോക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. അല്ലാ, നിന്നോടല്ലാതെ ഞങ്ങളെ സങ്കടങ്ങൾ വേറെ എവിടെ ചെന്ന് പറയാനാ? നീ ഞങ്ങാനും ഞങ്ങളെ തട്ടിക്കളഞ്ഞ പിന്നെ ഞങ്ങളെ ഏറ്റെടുക്കാൻ ഇവിടെ ഒരു ശക്തിയുമില്ല. ഒഴിവാക്കല്ലേ അല്ലാ, ഞങ്ങളെ തള്ളല്ലേ അല്ലാ, ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാ. ഞങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം നൽകി റബ്ബേ. ഞങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ ഒന്ന് മാപ്പ് നൽകി ഞങ്ങൾക്ക് ഉത്തരം കൊണ്ട് അല്ലാ. എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായുള്ള ദീർഘായുസ് ആഫിയത്തോടുകൂടെ നൽകണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്ത എത്രയോ ദമ്പതികളുണ്ട്. ഇബ്രാഹിം നബിക്ക് വാർദ്ധക്യത്തിൽ മക്കളെ കൊടുത്തത് നീയാണ്. നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാ. ആൺമക്കളില്ലാത്തവരുണ്ട്, പെൺമക്കളില്ലാത്തവരുണ്ട്. അല്ലാഹുവേ, ഇല്ലാത്തവർക്ക് ഏത് കുഞ്ഞാണോ ഇല്ലാത്തത് ആ കുഞ്ഞിനെ നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, രണ്ടായാലും നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാ. കേടുപാടില്ലാത്ത കുഞ്ഞിനെ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഒരു സഹോദരി വിളിച്ചിട്ട് 2 കുഞ്ഞുങ്ങളുണ്ടായി, 2 പെൺകുഞ്ഞുങ്ങൾ. അല്ലാഹുവേ, പ്രസവിച്ചപ്പോൾ ഒരു കുഴപ്പവുമില്ല. 5-6 വയസ്സായപ്പോൾ തലക്ക് പ്രശ്നം പറ്റി. അതുപോലെ അല്ലാഹുവേ, വല്ലാത്ത പ്രയാസത്തിലാണ്. ജനിച്ച 2 കുഞ്ഞുങ്ങളും രോഗികളാണ്. എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നാണ് കുടിക്കുന്നത്. അല്ലാഹുവേ, ഇപ്പോൾ ആ സഹോദരി ഗർഭിണിയാണ്. പടച്ച റബ്ബേ, ഇനി ജനിക്കുന്ന കുഞ്ഞ് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഒരു കേടുപാടുമില്ലാതെ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഒരു കേടുപാടുമില്ലാതെ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ അല്ലാ. ഒരുപാട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന സഹോദരിയാ, ഒരുപാട് വിഷമത്തിലാണ് റബ്ബേ. ഞങ്ങൾ ഈ തേടുന്ന തേട്ടം നീ തട്ടല്ല റബ്ബേ, നീ ഞങ്ങളെ ഒന്ന് സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കൾ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ആബിദീങ്ങളും ഹാഫിളീങ്ങളും മുത്തഖീങ്ങളും ആക്കി തരണേ അല്ലാ. ദർസ് പഠിക്കുന്ന മക്കളുണ്ട്, നന്നാക്കണേ അല്ലാ. ഹാഫിളാകാൻ വേണ്ടി പോകുന്ന മക്കളുണ്ട്, നന്നാക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങൾ പഠിച്ച ഇൽമിൽ ബറക്കത്ത് നൽകണേ അല്ലാ. നല്ല ബറക്കത്തുള്ള ഇൽമ പഠിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. മല പോലെ വരുന്ന എല്ലാ പരീക്ഷണങ്ങളും അല്ലാഹുവേ മഞ്ഞ് പോലെ ആക്കി തരണേ അല്ലാ. നീ പരീക്ഷിക്കുമ്പോൾ അതിൽ ഭംഗിയായി ക്ഷമിക്കാൻ, ആ പരീക്ഷണത്തെ സഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അമ്പിയാക്കന്മാരെ നീ പരീക്ഷിച്ചു, അവരതിൽ ക്ഷമിച്ചു, അവരതിൽ വിജയിച്ചു. അതുപോലെ ക്ഷമിക്കാനും സഹിക്കാനും അല്ലാഹുവേ കഴിവുള്ളവരൊന്നുമല്ല ഞങ്ങള്, ദുർബലരാണ് റബ്ബേ. നീ ഞങ്ങളെ മാരകമായ പരീക്ഷണങ്ങൾക്ക് അടിമപ്പെടുത്തല്ലേ അല്ലാ. മാരകമായ പരീക്ഷണങ്ങൾ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ,
പടച്ച റബ്ബേ വിവാഹപ്രായമെത്തിയ എത്രയോ മക്കളുണ്ട്, പെൺമക്കളുണ്ട്, ആൺമക്കളുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. 10-30 വയസ്സായിട്ട് കല്യാണം ശരിയായിട്ടില്ല, വളരെയേറെ വിഷമിച്ചു കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ പടച്ച റബ്ബേ നല്ല ഇണകളെ ഞങ്ങളെ കുടുംബങ്ങളിലേക്ക്, നൂറുൽ ഹുദാ കുടുംബത്തിൽ ആരൊക്കെ വിവാഹം കഴിക്കാനുണ്ടോ അവർക്കെല്ലാം എത്തിച്ചു തരണേ അല്ലാ, അവർക്കെല്ലാം എത്തിച്ചു തരണേ അല്ലാ. ഞങ്ങളെ വീട്ടിലേക്ക് അല്ലാഹുവേ കെട്ടിച്ചു കൊണ്ടുവന്ന സഹോദരിമാരെ നല്ല ബുദ്ധിയുള്ളവരാക്കണേ അല്ലാ, നല്ല സ്നേഹമുള്ള ഒരുമയുള്ളവരാക്കണേ അല്ലാ. ഞങ്ങൾ കെട്ടിച്ച വിട്ട വീടുകളിൽ അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ, നല്ലതുപോലെ എല്ലാ കാര്യങ്ങളും കൊണ്ട് നടക്കുന്ന മക്കളാക്കണേ അല്ലാ, പരാതി കേൾപ്പിക്കുന്നവരാക്കല്ലേ അല്ലാ, അസൂയാലുക്കളും കുശുമുള്ളവരുമാക്കല്ലേ അല്ലാ. വേറൊരാളെ ഉപദ്രവിക്കണമെന്നൊരു ചിന്ത പോലും ഞങ്ങളെ മനസ്സിൽ നൽകല്ലേ അല്ലാ, വേറൊരാള് വിഷമിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. അല്ലാഹുവേ മക്കളുടെ പഠനങ്ങൾ, SSLC എക്സാം, +2 എക്സാം, പൊതുപരീക്ഷ, അങ്ങനെ തുടങ്ങിയ പല എക്സാമുകളും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, എഴുതിയവരുണ്ട്, വിജയം നൽകണേ അല്ലാ. പല മക്കളും കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നുണ്ട്, വിജയം നൽകണേ അല്ലാ. ഞങ്ങളെ മക്കൾ ഒരാളെയും പരാജിതരിൽ പെടുത്തല്ലേ അല്ലാ, പരാജിതരിൽ പെടുത്തല്ലേ അല്ലാ. നല്ല ബുദ്ധിശക്തിയുള്ള, ഓർമ്മശക്തിയുള്ള, തൻ്റെ ഇടമുള്ള, പഠിച്ചത് മൈൻഡിൽ നിൽക്കുന്ന, മനസ്സിൽ നിൽക്കുന്ന, ആ മനസ്സിൽ നിൽക്കുന്നത് എക്സാം വരുമ്പം നല്ല ഭംഗിയായി എഴുതാൻ ഞങ്ങളെ നൂറുൽ ഹുദാ കുടുംബത്തിലെ എല്ലാ മക്കൾക്കും തൗഫീഖ് നൽകണേ അല്ലാ, എല്ലാ മക്കൾക്കും തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങൾ ഈ ചോദിക്കുന്നതൊക്കെ നീ കാണുന്നു, നീ കേൾക്കുന്നു, നീ അറിയുന്നു. അല്ലാഹുവേ എല്ലാത്തിനും ഉത്തരം തരണേ അല്ലാ. ഞങ്ങളെ പരിഹസിക്കുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്, കുറ്റപ്പെടുത്തുന്നവരുണ്ട്, ഒറ്റപ്പെടുത്തുന്നവരുണ്ട്. അല്ലാഹുവേ ഈ മജ്ലിസിന്റെ പോരിശ കൊണ്ട് നീ ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ലേ അല്ലാ, നീ ഞങ്ങളെ അവഗണിക്കല്ലേ അല്ലാ, നീ ഞങ്ങളെ തട്ടിമാറ്റല്ലേ അല്ലാ. പടച്ച റബ്ബേ ജീവിക്കുന്ന കാലം എത്രയോ അത്ര കാലം ഇസ്സത്ത് നൽകണേ അല്ലാ. വേറൊരുത്തന്റെ മുമ്പിൽ ചെന്ന് കൈനീട്ടി യാചിക്കേണ്ട ഗതികേട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന, ആമീൻ പറയുന്ന ഒരാൾക്കും നൽകല്ലേ അല്ലാ. അല്ലാഹുവേ നല്ല സുഖസുന്ദരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടക്കാണ് മാരകമായ രോഗം പലർക്കും പിടിപെടുന്നത്. ആ രോഗത്തിന് ചികിത്സിക്കാൻ ലക്ഷങ്ങളും കോടികളുമായി അല്ലാഹുവേ കുടുംബം വഴിയിലേക്ക് ഇറങ്ങി അല്ലാഹുവേ കൈനീട്ടേണ്ട ഗതികേടിലുണ്ട്. പലരും നീ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നുണ്ട്, രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ കുടുംബങ്ങൾക്ക് അത്തരമൊരു അവസ്ഥ നൽകല്ലേ അല്ലാ. ഞങ്ങൾ മരണപ്പെട്ട് ഞങ്ങളെ വീട്ടിലുള്ള ഉമ്മമാര്, സഹോദരിമാര് തെരുവിലേക്ക് ഇറങ്ങി കൈകൾ നീട്ടി യാചിക്കേണ്ട ഗതികേട് ഒരാൾക്കും നൽകല്ല റബ്ബേ. ഉള്ളവർക്കൊക്കെ നീ ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകു അല്ലാ. ഞങ്ങൾ ഈ മജ്ലിസിൽ നിർവഹിച്ച അമലുകളെല്ലാം ഇരു ലോക നന്മക്കുള്ള കാരണമാക്കണേ അല്ലാ. മരണപ്പെട്ട് ഖബറിൽ കഴിയുന്നവർക്ക് ഇതൊരു വലിയ വെളിച്ചമാക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ ഞങ്ങളും മരിക്കേണ്ടവരാണ്, ആ ബോധം നൽകണേ അല്ലാ. മഖബൂലും മബ്റൂറുമായ ഹജ്ജ്, ഉംറ, മർളിയായ സിയാറത്തിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാ. ഞങ്ങളെ വീടിലും വാഹനങ്ങളിലും ജോലിയിലും മാതാപിതാക്കളിലും മക്കളിലും ഭാര്യമാരിലും പടച്ച റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ മേഖലകളിലും ഖൈറും ബറക്കത്തും ഇസ്സത്തും റാഹത്തും സലാമത്തും അഭിവൃദ്ധിയും നൽകണേ അല്ലാ. ഒരുപാട് സാദാത്യങ്ങൾ പങ്കെടുക്കുന്ന മജ്ലിസാണ്, ഒരുപാട് സയ്യിദന്മാര് തങ്ങന്മാര് പങ്കെടുക്കുന്ന മജ്ലിസാ. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് സാദാത്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരുടെ ദുആക്കും ഇജാബത്ത് നൽകണേ അല്ലാ. PMS തങ്ങൾ അവരുടെ പ്രിയപ്പെട്ട ഭാര്യ ഉൾപ്പെടെ പലരും മജ്ലിസ് കാണുന്നവരാ. പാണക്കാട് മുല്ലക്കോയ തങ്ങളെ ഭാര്യ ഉൾപ്പെടെ അല്ലാഹുവേ ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര് മജ്ലിസ് കണ്ട് ആമീൻ പറയുന്നുണ്ട്. എല്ലാവർക്കും ഇജാബത്ത് നൽക റബ്ബേ, എല്ലാവരുടെ ദുആക്കും ഉത്തരം നൽക അല്ലാ. ഞങ്ങളെ സ്ഥാപനത്തിനെ സഹായിക്കുന്നവരുണ്ട്, ഞങ്ങളെ സ്ഥാപനത്തിലെ മക്കൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരുന്നതിലേക്ക് സഹായിക്കുന്നവരുണ്ട്, സംഭാവന നൽകുന്നവരുണ്ട്. പടച്ച റബ്ബേ ഒരാളെയും വെറുതെയാക്കല്ലേ അല്ലാ. അവസാനം മരിക്കുമ്പോൾ
കിടക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ച് പുന്നാര ഹബീബിന്റെ പൂ പോലെയുള്ള പൂമുഖം കണ്ട് ലോകത്തോട് വിട പറയാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈകൽ മസീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا ذا المن والإحسان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. ഇൻഷാ അല്ലാഹ് നാളെ 8:45 മജ്‌ലിസ് ഉണ്ടാകും. നമ്മളെ കുടുംബങ്ങളിലുള്ള ആളുകളിലേക്ക് മജ്‌ലിസ് എത്തിച്ചു കൊടുത്ത് നമ്മൾ കാരണം ഒരാൾ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപകാരം നമുക്ക് കിട്ടും. ഒരുപാട് ആളുകളെ കൊണ്ട് അസ്മാഉൽ ഹുസ്ന ചെല്ലാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മജ്‌ലിസിൽ സ്വലാത്ത് ചൊല്ലി അറിയിക്കുന്നവരുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സ്വലാത്ത് ചൊല്ലി അറിയിക്കുന്നവരുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ 2 അഡ്മിന്മാരുടെ നമ്പറാണ് ഈ മുകളിൽ കൊടുത്തിട്ടുള്ളത്. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരും ഹലാലായ ഖൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി നമ്മുടെ മനസ്സുകൾക്ക് അള്ളാഹു സന്തോഷം നൽകട്ടെ. എന്തൊരു റാഹത്താണ്, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി കടന്നുറങ്ങുമ്പോൾ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഇത്തരം അമലുകൾ ചെയ്തിട്ടാണ് ഇന്ന് കടന്നുറങ്ങുന്നത് അല്ലേ? ഉറക്കത്തിൽ അങ്ങ് മരിച്ചു എന്ന് വെക്കുക, ഉറങ്ങുമ്പോൾ നമ്മൾ അങ്ങോട്ട് മരിച്ചു എന്ന് വെക്കുക. വലിയ സന്തോഷല്ലേ, വലിയ സന്തോഷല്ലേ? ഇത്രയും അസ്മാഉൽ ഹുസ്നയും ദിക്റുകളും സലാത്തുകളും ദുആ ഒക്കെ ചെയ്തിട്ട് ഈ ലോകത്തോടങ്ങോട്ട് വിട പറഞ്ഞാൽ അത് വലിയ സന്തോഷമല്ലേ? അല്ലാഹുവേ, പടച്ച റബ്ബേ, നല്ല അമലുകൾ ചെയ്ത് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു നമ്മളൊക്കെ സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിളിക്കുന്ന ആളുകൾ നാളെ 10 മണിക്ക് ശേഷം 11:30 വരെ, 10 മണി മുതൽ 11:30 വരെ ഞാൻ കോളുകൾ എടുക്കും. ഇനി പോട്ടെ, 12 മണി വരെ, നാളെ 10 മണിക്ക് ശേഷം 12 മണി വരെ വരുന്ന കോളുകൾ ഞാൻ എടുക്കാൻ വേണ്ടി, അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സമയത്ത് നിങ്ങൾ വിളിക്കുക ഇൻഷാ അല്ലാഹ്. ഈ മജ്‌ലിസ് ഇത്രയും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെയും കോളെടുത്ത് സംസാരിക്കുമ്പോൾ ആകെ ടയേർഡായി പോകും. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചൊല്ലുന്നത്. അപ്പം എല്ലാവരും സഹകരിക്കണം. അള്ളാഹു നമ്മളൊക്കെ ഖൈറിലാക്കട്ടെ. അപ്പം നാളെ നിങ്ങൾ പറഞ്ഞതിൻ്റെ ഓർമ്മയിൽ നിൽക്കണമല്ലോ. അപ്പം നാളെ ഒരുപാട് ആളുകൾ വിളിച്ച് ദുആ കൊണ്ട് അറിയിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ. അപ്പം എല്ലാവരും വിളിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാവരും പേര് പറയാനൊന്നും നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല. ഇപ്പോൾ നോക്കുക, ലൈവിൽ 2000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. നാളെ നേരം വെളുക്കുമ്പോഴത്തേക്കും ഇത് 20,000 30,000 ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ഈ കാണുന്ന ആളുകളൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എല്ലാ കാര്യങ്ങളും എടുത്തു പറയാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് ചില ദിവസങ്ങളിൽ കമൻ്റൊക്കെ വായിച്ചിട്ട് നമുക്ക് ദുആ ചെയ്യണം. നമുക്ക് അള്ളാഹു ഉത്തരം നൽകട്ടെ. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച നമ്മുടെ സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ പരിപാടിയുടെ മാസാന്ത മജ്‌ലിസ് നടക്കാറുള്ളത്. അൽഹംദുലില്ലാഹ് അതിനൊരുപാട് ഉമ്മമാരിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 5 കിലോ അരി വെച്ചിട്ട് നമ്മളിപ്പോൾ കൊടുക്കാറുണ്ട് അല്ലേ? ആളുകൾ കൂടുന്നതനുസരിച്ച് 4 കിലോ ആകും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സാധാരണ നമ്മൾ മജ്‌ലിസ് നടത്തുന്ന സമയത്ത് ഒരു കർട്ടന്റെ അപ്പുറത്ത് മാത്രമേ ആള് വന്നിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ മുറ്റം നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മമാര്, സഹോദരിമാര് മണ്ണാർക്കാട് ഭാഗത്ത്, കോട്ടോപ്പാടം ഭാഗത്ത് നിന്നൊക്കെ നമ്മുടെ മജ്‌ലിസ് കാണാൻ വേണ്ടി, അതിൽ പങ്കെടുക്കാൻ വേണ്ടി, ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടി, അതും യതീംഖാനയിലെ മക്കളോടൊപ്പം ഇരുന്ന് ആമീൻ പറയാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതുപോലെ വളരെ സാധുക്കളായ ആളുകൾ അരി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി വരുന്നവരുണ്ട്, അരി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. എല്ലാവരും
എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. നമ്മൾ വിപുലമായി ഇനി വരുന്ന ആളുകൾക്കൊക്കെ അരി കൊടുത്തുവിടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആ സ്ഥാപനത്തിന് നമ്മൾ ഒരുപാട് സഹായം നൂർ ഹുദ കുടുംബം നൽകുന്നുണ്ട്. അള്ളാഹു തുടർന്നും ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് സ്ഥാപനത്തിൽ വെച്ച് വഴുകാതെ ഒരു ദിവസം മജ്ലിസ് ഉണ്ടാവും. 10ാം ക്ലാസ് പരീക്ഷ ഞാൻ കാണുന്നുണ്ട്. ഫുൾ A+ കിട്ടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ. സമയങ്ങൾ കളയാനില്ല. കിട്ടുന്ന സമയങ്ങളിൽ ഇരുന്ന് പഠിച്ച് നല്ല ശ്രദ്ധിച്ച് അനാവശ്യമായ മൊബൈൽ ഫോൺ ഉപയോഗമൊക്കെ മാറ്റിവെച്ച് നമ്മുടെ മക്കളിരുന്ന് പഠിക്കണം. അത് മാത്രമേ പറയാനുള്ളൂ. നാളെ ആകട്ടെ മറ്റന്നാകട്ടെ എല്ലാവരും അങ്ങനെ ചിന്തിച്ച് അവസാനം കുഴിയിൽ പോയി വീഴാറാണ് പതിവ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, മനസ്സിലാക്കണം. 10ാം ക്ലാസ്സിലും +2ലും പഠിക്കുന്ന മക്കളോട് ഞാൻ പറയാണ്, നിങ്ങളെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ബോധം ഇപ്പം തന്നെ മനസ്സിൽ വേണം. എന്ത് ചെയ്യരുത്, നാളെ മറ്റന്നാ പുസ്തകം എടുത്ത് പഠിക്കുക, അതിൻ്റെ വിറ്റന്നാക്കുക എന്നിങ്ങനെ നമ്മൾ തള്ളി നീക്കി അവസാനം നമ്മുടെ മുമ്പിൽ സമയം ഉണ്ടാകൂല, എല്ലാം കൂടെ മെയിൻറ്റിൽ നിൽക്കൂല. അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങളോട് പറയാണ്, നിങ്ങൾ കിട്ടുന്ന സമയങ്ങൾ മുഴുവനും ഈ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ തീർന്നല്ലോ അല്ലേ. ജനങ്ങളുടെ മുമ്പിൽ ഈ 10ാം ക്ലാസ് +2 എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അങ്ങനെ തന്നെയാണ്. നല്ല മാർക്ക് വേണം. അപ്പോൾ ജനങ്ങൾക്കിടയിൽ നമ്മുടെ മാർക്കുകളൊക്കെ എത്തുന്നത് ഈ 10ാം ക്ലാസ്സിലും +2ലെ മാർക്കൊക്കെയാണ്. അപ്പോൾ ആ ഒരു ബോധം മനസ്സിൽ വേണം. റിസൾട്ട് വരുമ്പോൾ വശലായി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുക, കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് നല്ല മാർക്കോടുകൂടെ എല്ലാവരും പാസ്സാകണം. അള്ളാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ആ പഠിക്കാനുള്ള മനസ്സ് അള്ളാഹു നൽകട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു നല്ല ബുദ്ധി നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.